നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ക്രിപ്റ്റോ കറൻസിയായ ഒരു ബിറ്റ്കോയിൻ്റെ വില $1,00,000 കടന്നത്. ഇത് വളരെ അഭൂതപൂർവമായ ഒരു വളർച്ചയെ തന്നെയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു ബിറ്റ്കോയിൻ്റെ വില $1,3719 എത്തിച്ചേർന്നു. 2 വർഷം മുമ്പ് ഒരു ബിറ്റ്കോയിൻ്റെ വില $17,000 ആയിരുന്നു എന്നുള്ള കാര്യം നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട്. എല്ലാ ക്രിപ്റ്റോ കറൻസികളെയും വിശ്വസിക്കാൻ കഴിയില്ലെങ്കിലും ബിറ്റ്കോയിൻ ഇപ്പോഴും അതിൻ്റെ കുതിപ്പ് തുടരുക തന്നെയാണ്. സാമ്പത്തിക മേഖലയിലെ നിരവധി വിദഗ്ധരാണ് ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ ശുഭകരമായ ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സാമ്പത്തിക മേഖലയിൽ കഴിഞ്ഞ വർഷം ഏറ്റവും അധികം വിറ്റുപോയ ഒരു പുസ്തകമായ ദ ക്രിപ്റ്റോ ട്രേഡറിൻ്റെ രചയിതാവായ ഗ്ലെൻ ഗുഡ്മാൻ പറയുന്നത് അടുത്ത വർഷം ജനുവരി അവസാനത്തോടെ ഒരു ബിറ്റ്കോയിൻ്റെ വില $1,20,000 ആകുമെന്നാണ്. ഭാവിയിൽ ഒരുപക്ഷെ ബിറ്റ്കോയിൻ്റെ വില ഇടിയാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെങ്കിലും നിലവിൽ ബിറ്റ്കോയിന് ശോഭനമായ ഭാവി തന്നെയാണുള്ളതെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായത് തന്നെയാണ് ബിറ്റ്കോയിൻ്റെ വില ഉയരാൻ കാരണമെന്നാണ് ഗുഡ്മാൻ പറയുന്നത്. എന്നാൽ ട്രംപിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇക്കാര്യത്തിൽ ഉറപ്പുകളൊന്നും നൽകാൻ കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്നാൽ പ്രമുഖ ക്രിപ്റ്റോ കറൻസി ട്രേഡറായ പീറ്റർ ക്രോമി പറയുന്നത് അടുത്ത 4 മാസത്തിനകം ഒരു ബിറ്റ്കോയിൻ്റെ വില $2,00,000 ഉയരുമെന്നാണ്. എന്നാൽ ഈ അസാധാരണമായ ഉയർച്ച ചിലപ്പോൾ തകർച്ചയിൽ കൊണ്ടുവന്ന് എത്തിക്കാനും സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അടുത്ത 6 മാസത്തിനും 1 വർഷത്തിനും ഇടയിൽ ഒരു ബിറ്റ്കോയിൻ്റെ വില $2,50,000 ഉയരുമെന്നാണ് കോയിൻകോം എന്ന ക്രിപ്റ്റോ ട്രേഡിംഗ് സ്ഥാപനത്തിൻ്റെ മേധാവിയായ ഡാനി സ്കോട്ട് പ്രവചിക്കുന്നത്. അതേസമയം ക്രിസ് ബ്യൂചാമ്പ് എന്ന സാമ്പത്തിക വിദഗ്ധൻ പറയുന്നതാകട്ടെ അടുത്ത വർഷം ഒരു ബിറ്റ്കോയിൻ്റെ വില 2,80,000 ആകുമെന്നാണ്. സൈമൺ പീറ്റേഴ്സ് എന്ന ഈ മേഖലയിലെ തന്നെ മറ്റൊരു പ്രമുഖൻ പ്രവചിക്കുന്നത് ബിറ്റ്കോയിൻ്റെ വില അടുത്ത വർഷവും അവസാനവും 2026 തുടക്കത്തിലും ഉയരുമെന്ന് തന്നെയാണ്. അമേരിക്കയിൽ ക്രിപ്റ്റോ കറൻസിയുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത കൈവരുന്നതും അനുകൂലമായ വിപണി സാഹചര്യവും എല്ലാം തന്നെ ETF സ്ഥാപനങ്ങൾ ബിറ്റ്കോയിൻ അംഗീകരിക്കാൻ തുടങ്ങിയതായുള്ള സൂചനകളാണ് വില ഉയരാൻ കാരണമായതെന്നാണ് വിദഗ്ധർ പറയുന്നത്. ആഗോളതലത്തിൽ സർക്കാരുകളും വിവിധ സ്ഥാപനങ്ങളും ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ കൂടുതലായി ഉപയോഗിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഡിജിറ്റൽ ആസ്തികളുള്ള നിക്ഷേപത്തിൻ്റെ സ്വീകാര്യത കൂട്ടുമെന്നാണ് സാമ്പത്തികകാര്യ വിദഗ്ധന്മാർ അഭിപ്രായപ്പെടുന്നത്. ബിറ്റ്കോയിൻ ഉൾപ്പെട്ട ക്രിപ്റ്റോ കറൻസി സംവിധാനം സുസ്ഥിരമായി വളരുമെന്നതാണ് വില ഉയരുന്നതിലൂടെ പ്രതിഫലിക്കുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ആഗോളതലത്തിൽ ക്രിപ്റ്റോ വിപണിയുടെ മൊത്തം വിപണി മൂല്യം $3.5 ലക്ഷം കോടി കടന്നതായാണ് കണക്കാക്കുന്നത്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമാണ് ബിറ്റ്കോയിൻ്റെ വില അസാധാരണമായ രീതിയിൽ ഉയരാൻ തുടങ്ങിയത്. അന്ന് $72,000 വില. ഏതാനും ആഴ്ചകൾ കൊണ്ട് $31,000 വർധന ഇതിന് രേഖപ്പെടുത്താൻ കഴിഞ്ഞത് ഏറ്റവും പ്രാധാന്യത്തോടെ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ഈ വർഷം മാത്രം 45% വില ഉയർന്നത്. US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ മേധാവിയായി ക്രിപ്റ്റോ കറൻസിയെ പിന്തുണയ്ക്കുന്ന പോൾ അറ്റ്കിൻസിനെ നിയമിക്കുന്ന സൂചനകളാണ് ഇപ്പോഴത്തെ മുന്നേറ്റത്തിന് പിന്നിലെന്നാണ് കരുതപ്പെടുന്നത്. അമേരിക്കയിലെ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകൾ കൂടുതലായി ബിറ്റ്കോയിൻ നിക്ഷേപിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഈ വർഷം $3,200 കോടി ബിറ്റ്കോയിനിലേക്ക് ഇവർ നിക്ഷേപിച്ചത്. ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം മാത്രം $800 കോടി നിക്ഷേപമെത്തിയതായി ബ്ലൂംബർഗിൻ്റെ കണക്കുകളും സൂചിപ്പിക്കുന്നു. ഭരണകൂടങ്ങളുടെ അംഗീകാരമോ കേന്ദ്ര ബാങ്കുകളുടെ നിയന്ത്രണമോ ഇല്ലാതെ ലോകം മുഴുവൻ ക്രയവിക്രയം ചെയ്യുന്ന കറൻസികളാണ് ക്രിപ്റ്റോ കറൻസികൾ. വിവിധതരം ക്രിപ്റ്റോ കറൻസികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ബിറ്റ്കോയിൻ. ഏതായാലും വരും വർഷങ്ങളിൽ ബിറ്റ്കോയിൻ്റെ ഭാവി തികച്ചും ശോഭനമായിരിക്കും എന്ന് തന്നെയാണ് ഈ രംഗത്തെ വിദഗ്ധർ കണക്കുകൂട്ടുന്നത്. ഒരുപക്ഷെ അവരുടെ കണക്കുകൂട്ടലുകളെയും കവിഞ്ഞുള്ള വളർച്ച ബിറ്റ്കോയിന് ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ.